ഹലോ ഗൈസ്, ഒരു പുതിയ അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോണത് പൊന്മുടിയിലേക്കാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പൊന്മുടി പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിലാണ്. ഇനി ഓൾമോസ്റ്റ് ഒരു 1.25 മണിക്കൂറുണ്ട്. ഞാൻ ആറ്റിങ്ങലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആറ്റിങ്ങലിൽ 2 മണിക്കൂർ 5 മിനിറ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് വരുന്ന 1.25 മണിക്കൂറുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മഴ സമയമാണ്, പക്ഷേ മഴയില്ല. നല്ല അങ്ങനെ ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് അടിപൊളി വ്ളോഗുകളും അടിപൊളി യാത്രകളായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഫസ്റ്റ് ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് റൂട്ടാണ്. കംപ്ലീറ്റ് ഫോറസ്റ്റിനകത്ത് കൂടെ ഇപ്പോൾ പോകണം. ഫസ്റ്റ് കണ്ട പേര് സുമതി വളവ്. അപ്പോൾ തന്നെ പകുതി പോയി. നമ്മൾ രാത്രി ഒരു 6-7 മണിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ തന്നെ പേടിയാവും. അത് രണ്ടാമത് വന്നു സുമതി വളവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അടുത്ത പേര് കാലൻകാവ്. ഇതൊക്കെ കേട്ട് രാത്രി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, സമ്മതിച്ച്. നമ്മൾ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം പോണ വഴി കുറേ തപ്പി ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പോൾ അവസാനം എത്തി ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി, ഒരു ഐശ്വര്യ ഹോട്ടൽ പോണ വഴി. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ മുകളിലേക്ക് പോകുന്ന വഴി എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല. ആദ്യമായിട്ട് പോകണോണ്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് ബാക്കി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ ഇവിടെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് പുട്ടും പിന്നെ അപ്പവും പിന്നെ ബീഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൊള്ളാം, ബീഫൊക്കെ നല്ല അടിപൊളി ബീഫ് കറിയായിരുന്നു. നമ്മൾ പോണ വഴിയാണ്. വിതുര എത്തിയിട്ടില്ല, വിതുരയ്ക്ക് പോകുന്നുള്ളൂ. അപ്പോൾ വിതുര എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ചുരം കയറാൻ തുടങ്ങും. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇനിയിപ്പോൾ നേരെ ചുരമാണല്ലോ. 20 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം താഴത്തുനിന്ന് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഫുള്ള് റോഡിൻ്റെ അത് കണ്ടില്ലേ. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് കല്ലാറിലേക്കാണ്. കല്ലാറിൽ നിന്നാണ് മുകളിലേക്ക് ചുരം തുടങ്ങുന്നത്. നമ്മൾ ഒരു 18 കിലോമീറ്ററാണ് ഇനി പൊന്മുടി ഹിൽ ടോപ്പിലേക്കുള്ളത്. അപ്പോൾ അതിന് മുന്നേ കല്ലാറെത്തും. കല്ലാറ് അവിടെ ഒരു നല്ല ടൂറിസം ഡെവലപ്ഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ നേരെ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടേക്കായിരിക്കും, പൊന്മുടിയിലേക്കായിരിക്കും. പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കല്ലാറിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ കല്ലാറ് കഴിഞ്ഞു. കൂടുള്ള ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് ദേവദത്തൻ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് രാവിലെ യാത്ര തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ നമ്മളിത് അവിടെ എത്തി. കല്ലാറ് കഴിഞ്ഞു. കല്ലാറിൻ്റെ ഈക്കോ ടൂറിസം ബോർഡ് കണ്ടു, പക്ഷെ നമ്മൾ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വരുമ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കയറാം. നമ്മൾ നേരെ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കണം മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, നമ്മൾ പോകുന്ന വഴി. അപ്പം അവിടെ ഒരു ബോർഡുണ്ട്, പൊന്മുടി ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അവിടെ നിന്നാണ് ഇനിയിപ്പോൾ മുകളിലേക്ക് നമ്മൾ ഡയറക്റ്റ് പൊന്മുടി ഹിൽ ടോപ്പിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് എൻട്രി ടിക്കറ്റ്സിൻ്റെ റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഡൽട്ട് 40 രൂപയാണ്, ചൈൽഡിന് 20 രൂപയാണ്. പിന്നെ ഫോറിനേഴ്സിന് വേറെ റേറ്റാണ്. 2 വീലർ 3 വീലർ എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റ് ഉണ്ട്. പിന്നെ സ്റ്റിൽ ക്യാമറ, മൂവി ക്യാമറ, ഇതിന് രണ്ടെണ്ണത്തിനും റേറ്റ് ഉണ്ട്. മിക്കവാറും നമ്മൾ സ്റ്റിൽ ക്യാമറ അല്ലെങ്കിൽ മൂവി ക്യാമറയ്ക്ക് എടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതിനകത്ത് അഡൾട്ടിന്
2 പേര് 80 രൂപ, 40 രൂപയാണ് അഡൾട്ടിന്. പിന്നെ നമ്മളെ കാറ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 40 രൂപയും മറ്റേത് 80, മൊത്തം 120 രൂപേൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ ഈ സ്റ്റിൽ ക്യാമറയ്ക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുമില്ല. മുകളിൽ ചെന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാമെന്നുള്ളതിൽ നിൽക്കുക. കാരണം നമ്മൾ പൊന്മുടി കയറാൻ പോവുകയാണ്. വെൽക്കം ടു പൊന്മുടി ഇക്കോ ടൂറിസം എന്നുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇതാണ് അവരുടെ ചെക്ക് പോസ്റ്റ്. ഈ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തത് നമുക്ക് മേലെ പോയിട്ട് ഇവിടെ കാണിക്കണം. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് മുകളിൽ. അപ്പോൾ അത് അവിടെ മുകളിൽ ടിക്കറ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ടിക്കറ്റ് കളയരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഇങ്ങനത്തെ റൂട്ടാണ് കേട്ടോ മുകളിൽ വരെ, നല്ല രസമുള്ള റൂട്ടാണ്. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ നല്ലൊരു സ്മൂത്ത് ഡ്രൈവ് ഒന്നും ആയിരിക്കില്ല മുകളിലേക്ക്. പിന്നെ ഒബ്വിയസ്ലി ചുരം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, റോഡ് എപ്പോഴും നന്നാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ട്രാഫിക് കുറച്ച് ഉള്ളൊരു റോഡാണ്. ടൂറിസം ഇതിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ വരുന്ന ഒരു സംഭവം. നമ്മൾ വേണ്ടില്ല ഫുള്ള് ഫോറസ്റ്റിനകത്ത് കൂടിയാണ് പോയി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ സൈലൻസ് ആണ് രണ്ട് സൈഡിലും. നമുക്ക് ആ പ്രകൃതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വെയിലറച്ചിട്ടുണ്ട്. ഇനി മുകളിലെത്തുന്ന സമയത്ത് വെയിലാണെന്നുണ്ടെങ്കിലാണ് ഇനി അടുത്ത പണി വരിക. കാരണം കുടയും തൊപ്പി എടുക്കാത്തതുകൊണ്ട് വെയിൽ മൊത്തം ഒന്ന് കൊള്ളേണ്ടിയും വരും. നമ്മൾ മൊത്തം 22 ഹെയർ പിൻ വളവാണുള്ളത്. അതിപ്പോൾ നമ്മൾ 6 കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനത്തെ ഹെയർ പിൻ വളവാണ്. ഹെയർ പിൻ വളവിൽ എന്നൊക്കെ പറഞ്ഞാൽ റോഡൊക്കെ നാരോ റോഡുകളാണ്. നമുക്കങ്ങനെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സാധാരണ ഹെയർ പിന്നിൽ സംഭവിക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഒരു കൺജസ്റ്റഡ് ആയിരിക്കും. കാരണം അത്ര ഒരു വിടുത്തുള്ള റോഡല്ല നമുക്ക് മുകളിലേക്ക് പോകും തോറും. ഇതാണ് നമ്മൾ മുകളിലത്തെ വ്യൂ കണ്ടില്ലേ, മുകളിൽ കംപ്ലീറ്റ് കോടയാണ്. നമ്മൾ പോയി നോക്കാം നമുക്ക് കോട കിട്ടുമോയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിലാണെങ്കിൽ മുകളിലെത്തുമ്പോൾ കോട ഉണ്ടാവും, നോക്കാം. നല്ല ഒരു തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായിട്ടോ 17 ഹെയർ പിന്ന് കഴിഞ്ഞു. ഇപ്പോൾ അല്ലേ നമ്മളെ കോട വരാൻ തുടങ്ങിയിട്ടോ. നല്ല അടിപൊളി വൈബാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ റോഡ്, നമ്മൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കോടേൻ്റെതൊക്കെ കണ്ടിട്ട് മതി പറന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ മുന്നിൽ KSRTC ഉള്ള റൂട്ടാണ്. പൊന്മുടി ടൂറിസത്തിന് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് KSRTC ഈ റൂട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. പക്ഷേ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ, കംപ്ലീറ്റ് അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ പ്രകൃതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല ചുറ്റുഭാഗം കണ്ടില്ലേ, മുകളിലേക്കൊക്കെ മരങ്ങൾ മൂടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു മരം കൊണ്ടൊരു പന്തലിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് പോലെയാണ്. നമ്മൾ ദൂരെ നിന്ന് കാണാം, നമുക്കിങ്ങനെ പോകുന്ന വഴി ദൂരെ നിന്ന് ആ കോട അങ്ങനെ വരുന്നതും. പിന്നെ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് സൈഡിൽ കംപ്ലീറ്റ് മലകളാണ്. ആ മലേനെയൊക്കെ മൂടിയിട്ട് വരുന്ന കോടകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡിനൊരു ഭയങ്കര റിലാക്സേഷൻ ഉള്ള പോലെയാണ്. നമ്മൾ പോണ വഴി ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അമ്പലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രതിഷ്ഠ പോലെ. നമ്മൾ ഏകദേശം ഇങ്ങനെ കോട മൂടി തുടങ്ങി കണ്ടോ, കോട ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു നല്ലൊരു ഭംഗി മൊത്തത്തിൽ. ഓ അടിപൊളി ക്ലൈമറ്റ് നോക്കിയത്, കംപ്ലീറ്റ് കോട. ഞാനൊരു സംഗതി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഹിൽ ടോപ്പിൽ എത്തിയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ കണ്ടോ
ഫുൾ കോടയാണ് ഗായ്സ്. ബാക്കിൽ കംപ്ലീറ്റ് കോടയാണ്. ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇങ്ങനെ കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ് ആണ്. കറക്റ്റ് ടൈമിലാണ് വന്നത്. പിന്നെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ഇത് കിട്ടില്ല. പിന്നെ അത് നമ്മൾ വരുന്ന വഴി ഇത് ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ടീ ഷോപ്പുകളാട്ടോ. ഇത് കണ്ടോ, മേളിൽ കണ്ടില്ലേ? അത് നല്ല തണുത്ത കാറ്റുണ്ട്. 11 മണിയാണ് ഇപ്പോൾ സമയം രാവിലെ. ആ 11 മണിക്കുള്ള ക്ലൈമറ്റാണ് നമ്മൾ കാണുന്നത്. എന്ത് രസമാണ് അല്ലേ? കണ്ടിട്ട് ഇവിടുന്ന് ആക്ച്വലി ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് പോകാനേ തോന്നുന്നില്ല. കണ്ടോ, അടിപൊളി പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കോട മൂടിയിരിക്കുക. എനിക്ക് ഒരൊറ്റ റിഗ്രറ്റേ ഉള്ളൂ. കാരണം ഇത്രയും കാലം ഞാനിവിടെ നിന്നിട്ട് ഇതുവരെ ഞാൻ ഈ സ്ഥലത്ത് വന്നില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ഉണ്ട്. കാരണം നമ്മൾ ഓരോ മഴക്കാലത്തും മഴയുള്ള സമയത്തും അപ്പോൾ അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെയും നമ്മൾ പോകേണ്ട എങ്ങനെയാവും ഇതിൻ്റെ സ്ഥിതി ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ ഇത് കണ്ടില്ലേ, ഈ ഒരവസ്ഥ കാണുമ്പോൾ പിന്നെ ഇനി എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്നാലോ എന്നൊരു ആലോചിക്കും നമ്മൾ. ഇവിടെ നമ്മൾ താഴോട്ടുണ്ടല്ലേ, നല്ല ഡീപ്പ് വാലിയാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് തേയിലയാണ്, ഫുൾ തേയില. താഴോട്ടൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 18-19 ഹെയർ പിൻ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഇനിയുണ്ട് 4 ഹെയർ പിൻ മുകളിലോട്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലിറ്ററലി നമ്മളെ ഇപ്പോൾ ക്യാമറയിനകത്ത് കുറച്ച് ഫ്രണ്ടിലുള്ള സംഗതികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലിറ്ററലി നമ്മളെ കോട മൂടി നിൽക്കുകയാണ്. നല്ലൊരു തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട്. ഓ അടിപൊളി പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് നമ്മളിവിടെ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടില്ല കോട മൂടി. ഇവിടേക്കൊന്നും താഴേക്ക് കാണാൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി ഈ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് വണ്ടികൾ വരുമ്പോൾ തന്നെ കാണുന്നുള്ളൂ. ബാക്കിയല്ല മുകളിൽ കണ്ടില്ലേ, നേരത്തെ കുറച്ചുകൂടി കാണുന്നുണ്ടായിരുന്നു. ഇപ്പം തീരെ വിസിബിൾ അല്ല. മൊത്തം ഒരു കംപ്ലീറ്റ്ലി കോട മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെട്ടു പെരും കോടയും മഴയും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോട്ട് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. മുകളിലും മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഭീകരം ക്ലൈമറ്റാണ്. നമ്മൾ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കോട. എനിക്ക് മുന്നിലേക്ക് ലിറ്ററലി ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ കംപ്ലീറ്റ്ലി നമ്മുടെ വണ്ടിയൊക്കെ ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറത്ത് എത്തുമ്പോഴേ നമ്മളിത് കാണുന്നുള്ളൂ. വണ്ടിയൊക്കെ ഒരുപാട് ബൈക്കിലൊക്കെ വരുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണുന്നില്ല. അത് കംപ്ലീറ്റ്ലി കോട മൂടിയിട്ട് ഇപ്പോൾ ഫുൾ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഏകദേശം നമ്മൾ മുകളിൽ എത്താറായി. അപ്പോൾ നമുക്കൊന്ന് ബാക്കി ഇനി മുകളിൽ എത്തിയിട്ട് കാണിക്കാം. കാരണം മഴ വല്ലാണ്ട് പെയ്യുന്നതുകൊണ്ടും നല്ല ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ടും നമുക്കിപ്പം തൽക്കാലം നമ്മൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി മുകളിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ഭൂമി എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലപ്പം മറ്റവൻ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് അത് കണ്ടോ, ഭയങ്കര അടിപൊളി സംഭവം. നമ്മളിപ്പോൾ ഹിൽ ടോപ്പിലെത്തി. അതായത് ഉണ്ടല്ലോ ബാക്കിലുണ്ടോ, കാണിച്ചു തരാം. ഓക്കെ, ഫുൾ കോടയാണ്. നല്ല അടിപൊളി വ്യൂ. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മളിപ്പോൾ കയറിയ പാടെ തന്നെ നമ്മൾ നല്ല മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ വഴി ഒന്നും കാണുന്നില്ല. അങ്ങനെ മേലെ എത്തിയപ്പോൾ ചെറിയൊരു മഴ കിട്ടി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാറിനകത്ത് ഇരുന്ന് ഇപ്പോൾ അതാ പുറത്തിറങ്ങി. മഴ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഹിൽ ടോപ്പിലെത്തുമ്പോൾ അവിടെയാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേ നടന്നിട്ട് മുകളിലെത്താം. അവിടെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ മലേൻ്റെ മേലെ ഒരു മല ഉണ്ട്. മലയല്ല, ഒരു ഉയർന്ന പ്രദേശം. അവിടെയാണ് നമുക്ക് മേലെയാണ് വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇപ്പോൾ ആ കോട മൂടിയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഭയങ്കര അടിപൊളിയാട്ടോ ഇതിവിടെ. കണ്ടോ, അതായത് നമ്മൾ ഇതിലെയാണ് മുകളിലോട്ട് നടക്കാനുള്ള വഴി. ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വെയിൽ വന്നിട്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ക്ലിയറായി തുടങ്ങി. പക്ഷേ കോട ഉണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ വേണം പോവാൻ. നമുക്ക് മുകളിലോട്ട് പോവാം. ഇപ്പോൾ വെയിൽ വന്ന് ഇങ്ങനെ മെല്ലെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഇതൊരു താഴ്വരയാണ്. പിന്നെ
അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കയറിയിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങാം. ഇറങ്ങിയിട്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോവാം. ഈ സീനൊന്ന് നോക്കിയേ. ഈ മലയുടെ ബാക്കിൽ മേഘങ്ങൾ പൊന്തി വരുന്നൊരു സീനുണ്ടോ. ഇത് എത്രത്തോളം ഭംഗി ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ മേഘങ്ങളിങ്ങനെ നീങ്ങി വരുന്നത്. ഇതാണ് നമ്മുടെ വാച്ച് ടവറിലേക്കുള്ള വഴി. ആ മുകളിൽ നിൽക്കുന്നതാണ് വാച്ച് ടവർ. അപ്പോൾ ഇത് കുറച്ച് റിസ്കി വേ ആണ്. എങ്ങാനും അടി തെറ്റിയ ആന വീഴുന്ന് പറഞ്ഞ പോലെ മേലെ നിന്ന് താഴെ എത്തും. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് മുകളിൽ കയറിയിട്ടൊന്നും കാണാനുമില്ല, കാരണം കംപ്ലീറ്റ് കോട മറിഞ്ഞതുകൊണ്ടേ. പക്ഷേ ഈ വ്യൂ തന്നെ അടിപൊളിയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ നടന്നു വന്ന് ഈ വാച്ച് ടവർ, വാച്ച് ടവറിൻ്റെ നേരെ ഇപ്പുറത്ത് കുറച്ച് പാറ കാണുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ആക്ച്വലി കോട മൂടിയതുകൊണ്ടാണ് ഒരു മല ഉണ്ട്. അപ്പോൾ അത് അറിയും, എല്ലാവർക്കും അറിയാം. അഗസ്ത്യാർകൂടം എന്ന് പറയും. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം അതാണ് ഇതിൻ്റെ അപ്പുറം ഉള്ളത്. നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം കംപ്ലീറ്റ് കോട ആയതുകൊണ്ട് ഇവിടെ എല്ലാം മൂടിയിരിക്കുകയാണ് കംപ്ലീറ്റ്. ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നടന്നു വന്ന വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നാണ്ട് പോയി നോക്കാം. പക്ഷേ കൂടുതൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇതൊരു ബേസിക്കലി ഒരു താഴ്വരയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അപ്പുറത്തുള്ളതെന്ന് കാണാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ പൊന്മുടി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഈ ബ്യൂട്ടി അതാണ് മെയിനായിട്ടുള്ളത്. കാരണം ഈ കംപ്ലീറ്റ് പച്ച കളറ്, പച്ച വിരിച്ച് കിടക്കണ പോലത്തെ സ്ഥലം അവിടെ കോടയും മൂടി വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ. അത് അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വിസിറ്റ് ചെയ്താൽ അത് ഈ ക്ലൈമറ്റിൽ, ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ വിസിറ്റ് ചെയ്താൽ തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കോട ഇങ്ങനെ ചെറുതായിട്ട് മാറി വരുമ്പോൾ അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഒരു വഴിയുണ്ട്, നല്ല ഭംഗിയുള്ള റോഡുണ്ട്. അതെങ്ങോട്ടാണെന്നറിയില്ല. ഇവിടെ കംപ്ലീറ്റ് പാറകളാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇത് ബേസിക്കലി ഞാൻ അങ്ങോട്ടൊരു അതാണ് ഇറക്കമാണ്, താഴ്വരയാണ്. അവിടെയും ഒരു റോഡ് പോകുന്നുണ്ട് നേരെ അങ്ങനെ. ഇപ്പോൾ കണ്ടില്ല, വീണ്ടും കോട വന്ന് തുടങ്ങി, വീണ്ടും മൂടാൻ തുടങ്ങി. ഇതിന് മുകളിലൊരു ടവർ കാണാം. അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഒരു ഗവൺമെൻറ് എന്തോ ഒരു ഓഫീസ് എന്തോ സംഗതി ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഈ കയറുന്നതൊക്കെ റിസ്കി വഴിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കണ്ട ഇങ്ങനൊരു ക്ലൈമറ്റ് നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ചില സമയത്തേ ആ ക്ലൈമറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷയല്ല വന്നത്. പക്ഷേ കണ്ടല്ലേ, ബാക്കിലൊക്കെ കണ്ടോ, നല്ല കോടയാണ് എല്ലായിടത്തും. നല്ല തണുത്ത കാറ്റുണ്ട്, തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. അടിപൊളി. നല്ല പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഈ കാറ് വരുന്ന വഴിയുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ വരിക. നേരെ വന്നിട്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്യും. ഇവിടെ ഒരു മല ഉണ്ട്, ഇത് നമുക്ക് കയറി നോക്കാം. ഇതിൻ്റെ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രതിമ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഇത് 2 വരയാടുകളാണ് കേട്ടോ. അവിടെ ഒരുപാട് കാണുന്ന വരയാടുകളാണ്. അപ്പം ഇങ്ങോട്ട് വണ്ടിയല്ല അവിടെ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഗേറ്റ് ക്ലോസ് ആണ്. ഇവിടെ പൊന്മുടി ഈക്കോ ടൂറിസം എന്നുള്ള ബോർഡുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ ഒന്ന് കയറി നോക്കാം. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് തെന്മല ഡാമും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അതായത് അങ്ങനെ നമ്മൾ അപ്പുറത്ത് കണ്ട പാറേൻ്റെ മേലെ കയറി. അപ്പോൾ നമ്മൾ അവിടെ നടന്നു വന്ന് നമ്മൾ നേരത്തെ കണ്ട പാറേൻ്റെ മേലെ എത്തി. അപ്പോൾ ഇത് അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മളെ തെന്മല ഡാം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, ഈ സൈഡിൽ. പക്ഷെ നമുക്ക് ലിറ്ററലി ഇതിൻ്റെ താഴേക്ക് ഒന്നും കാണുന്നില്ല, നമ്മളെ കോട ആയതുകൊണ്ടേ. ഇല്ലെങ്കിൽ ആ സൈഡിലാണ് നമ്മളെ ഡാമിലെ വെള്ളവും ഡാമും ഒക്കെ കാണാമെന്ന് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പാറേൻ്റെ ഇവിടെ നിന്ന് നേരെ താഴോട്ടൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. ഇവിടെ ഉണ്ട്, കോട വരാൻ തുടങ്ങി. പിന്നെ അവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ബേസിക്കലി ഇത്ര തന്നെ ഉള്ളൂ പൊന്മുടി ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. ഒരു ഹിൽ സ്റ്റേഷൻ ചെറിയ, നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് എല്ലാം ഒന്ന് നടന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം, അത്രയേ ഉള്ളൂ.
ഈ പൊന്മുടി സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി മുകളിലാണ് നിൽക്കുന്നത് നമ്മളിപ്പം. പിന്നെ അതുകൂടാതെ തന്നെ ദ കാശ്മീർ ഓഫ് കേരള എന്നാണ് ഈ പൊന്മുടീനെ അറിയപ്പെടുന്നത്. അപ്പം ലിറ്ററലി പേര് കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ നോക്കുമ്പോൾ തന്നെ വാലികളും പിന്നെ അതുപോലെ തന്നെ മലകളും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ വരുമ്പോൾ അതിലാണ് നമ്മൾ വന്നത്. നമ്മൾ വരുമ്പോൾ ആ കാണുന്ന റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണത്, അതൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണതൊന്നും തെളിഞ്ഞ് വന്നതെല്ലാം. ഇവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം. വന്നിട്ട് പിന്നെ കാറ് നമ്മളെ നേരപ്പുറത്താണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ വരയാടിനെ കാണിച്ച സ്ഥലമാണത്. അവിടുന്ന് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരെ ഒരു റോഡുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ റോഡ് നേരെ പോയിട്ട് ഇതാ അവിടെയാണ് എത്തുക. ആ ഒരു ഹിൽ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ അതിനേക്കാൾ ഹൈറ്റിലാണ് നിൽക്കണം. അപ്പോൾ അവിടെ 2-3 ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു വ്യൂ ആണ് അപ്പുറത്തേക്ക്. ഇപ്പോൾ നമ്മളല്ലേ കോടയായതുകൊണ്ട് ഒന്നും കാണാനില്ല, ഒരു വ്യൂവും കാണാനില്ല. അല്ലെങ്കിൽ അപ്പുറത്ത് നല്ല വ്യൂ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഒരു സർക്കാർ സ്ഥാപനം ഉണ്ട് എന്നുള്ളത്. അത് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണ്. നമ്മുടെ വയർലെസ്സിൻ്റെ അതിൻ്റെ റിപ്പീറ്ററും ടവറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അത് വീണ്ടും മൂടി, വീണ്ടും കോട വന്നു. നേരത്തെ കുറച്ച് നേരം ഒന്ന് കണ്ടു, അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയതാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കി, നമ്മുടെ അപ്പുറത്തുള്ള ആ മല ഉണ്ടല്ലോ, ഞാൻ പാനത്തെ കാണിച്ചെന്ന്, അതിങ്ങനെ മെല്ലെ തെളിഞ്ഞ് വരുന്നുണ്ട്. അവിടെ കണ്ട കുറച്ച് നീ കാണാം. ഈ മേഘങ്ങളും ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതേ കോട വന്നു തുടങ്ങി, കണ്ട കോട മൂടി വീണ്ടും. നമ്മളെ വീണ്ടും വിഷം ബ്ലറായി. ഓ ഇത് ഭീകര കോടലും. അവിടെ അങ്ങോട്ട് നോക്കി ഒന്നും കാണില്ല. ആ നേരത്തെ നമ്മൾ കണ്ട സ്ഥലമല്ലേ, അവിടെ ഒന്നും കാണുന്നില്ല. നോക്കി, ഇവിടെയും കാണുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചെന്ന ടവറില്ലേ, ടവർ അവിടെയാ, ഒന്നും കാണാനില്ല. നോക്കിയേ, കോട മൂടിയിട്ട് ഒന്നും കാണാനില്ല, മൊത്തം പോയി. അതെ തെളിഞ്ഞ് വന്ന് കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇറങ്ങാനും തോന്നില്ല. കാരണം അത്രയും നല്ല ഒരു ക്ലൈമറ്റ്. നമുക്കവിടെ റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇത്ര ഇതുണ്ട്. ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഇരിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. അപ്പുറത്ത് നേരെ അടിപൊളി വ്യൂ ആണ്. ബാക്കിൽ ഫ്രണ്ടിലിതാ വേറെ നല്ല അടിപൊളി വ്യൂ. ഇപ്പോൾ ഇവിടേക്ക് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആക്ച്വലി പോകാൻ തോന്നില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. രാവിലെയൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ച വരെ ഒറ്റ ഇരിപ്പിന് ഇവിടെ ഇരിക്കാം. അത്രയും രസം അവിടെ. നമ്മൾ ഇറങ്ങണ സ്ഥലമൊന്നും കാണാനില്ല കേട്ടോ പെട്ടെന്ന്. ഇത് ഉച്ചയ്ക്ക് 12 മണിയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഇവിടെയുള്ള കാഴ്ചയാണത്. കണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ആക്ച്വലി നമുക്ക് ഇറങ്ങാനുള്ള സമയം ഉച്ചയ്ക്ക് ഏകദേശം 12:15 ആവാനായി. 12:15 കണ്ടില്ലേ, ഇവിടുന്ന് പോരാൻ ലിറ്ററലി നമുക്ക് തോന്നില്ല. അത്രയും നല്ല ക്ലൈമറ്റും കാറ്റും തണുപ്പുമാണ് ഇവിടെ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഒരുപാട് ഇതേപോലത്തുള്ള നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് എത്തും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി.